ഒരു ഡിലേ ഉണ്ടോ കേൾക്കുന്നതിന്? ഇപ്പൊ കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് പറയണേ. നമ്മള് ഇനി 4ാമത്തെ മൊഡ്യൂളാണ് പഠിക്കാൻ പോകുന്നത്. ലോഡറും ലിങ്കറും ആണ് 4ാമത്തെ മൊഡ്യൂളിൽ കാണുന്നത്. അപ്പൊ അതില് ലോഡിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അതിലോട്ട് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അസംബ്ലർ കണ്ടു. അസംബ്ലറിൽ നമ്മൾ 2 പാസസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ വേറെ ഡിസൈൻ ഓപ്ഷൻ കണ്ടു, 1 പാസ് അസംബ്ലർ. ഇപ്പം നമ്മൾ അസംബ്ലി ലാംഗ്വേജിലുള്ള കോഡ് ഇപ്പം നമ്മൾ ഒബ്ജക്ട് പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒബ്ജക്ട് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതൊരു മെമ്മറി ലൊക്കേഷനിലോട്ട് കൊണ്ടുവരണം. ആദ്യം നമ്മളൊരു മെമ്മറി ഫ്രീ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ഈ പ്രോഗ്രാം ലോഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം അതിലോട്ട് ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെഡി ഫോർ എക്സിക്യൂഷൻ. അപ്പൊ ആ മെമ്മറിയിലോട്ട് ആ ഒബ്ജക്ട് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ലോഡിങ്. ഈ ഫംഗ്ഷൻ ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഡർ. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ഇപ്പം പ്രോഗ്രാം ഇപ്പൊ മെമ്മറിയിൽ എത്തി. ഈ പറയുന്ന ഒബ്ജക്ട് പ്രോഗ്രാമിൽ നമ്മളിപ്പം സി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ലേ പ്രോഗ്രാം തുടങ്ങുമ്പം? അതിൻ്റെ അകത്തൊരു ഹെഡർ ഫയൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മറ്റ് സി കോഡ് എന്ന് പറയുന്നത് സിംഗിൾ പ്രോഗ്രാം മാത്രമല്ല, ആ ഒരു ഹെഡർ ഫയലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഒറിജിനൽ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷന്റെ ഡെഫിനിഷൻ ചിലപ്പോൾ വേറെ ഫയലുകളിൽ ആകാം. അപ്പൊ അങ്ങനെയുള്ള ഫയലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫയലുകളെ എല്ലാം ആ ഡെഫിനിഷൻ ഇരിക്കുന്ന ഫയലിലെ കണ്ടന്റും ഒറിജിനൽ സോഴ്സ് പ്രോഗ്രാമും കൂടി നമ്മൾ ഒരൊറ്റ സിംഗിൾ ഫയലിലാക്കി കമ്പൈൻ ചെയ്ത് ാണ് ലിങ്കിങ് എന്ന് പറയുന്നത്. Linking means combines 2 or more separate object programs and supplies the information needed to allow references between them. അവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റെഫറൻസസിന്റെ ഇൻഫോർമേഷനും ഇതിലുണ്ടാവും. ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ആരുടെ ഫംഗ്ഷൻ ആണ്? ലിങ്കർ. അതും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ ലോഡറും ലിങ്കറും എന്താന്ന് മനസ്സിലായോ? ഇനി റീലൊക്കേഷൻ എന്ന് പറയുന്നതാണ് അടുത്ത ടേം. ഈ റീലൊക്കേഷൻ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 3 കണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു പ്രോഗ്രാം റീലൊക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺസെപ്റ്റ് പഠിച്ചത്. നമ്മൾ ഈ പറയുന്ന എപ്പോഴും നമ്മളൊരു പ്രോഗ്രാം തുടങ്ങാൻ നേരത്ത് സ്റ്റാർട്ട് ഡയറക്ടറിന്റെ അവിടെ ഒരു മെമ്മറി അഡ്രസ് എപ്പോഴും സ്പെസിഫൈ ചെയ്യില്ലായിരുന്നോ? ആ അഡ്രസ്സിൽ എപ്പോഴും നമുക്ക് ആ ഒരു പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ പറ്റണം നിർബന്ധം ഉണ്ടോ? കാരണം അവിടെ സ്പേസ് അവൈലബിൾ ആവണമെന്ന് ചാൻസ് ഇല്ല. കാരണം നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അതിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ഒരേ സമയത്ത് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പൊ മെമ്മറിയിൽ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ വേറെ ഒന്ന് ഹോൾഡ് ചെയ്യേ. ഹലോ, ആരാ? ഏതിന്റെയാ? വിളിച്ചു പറയണം. എച്ചോടി പോയി.
കുഴപ്പമില്ല. ഹലോ, കേക്കാവോ? കേക്കാം. ഓക്കെ. നമ്മൾ എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? റീലൊക്കേഷൻ ഓർമ്മയുണ്ടോ എന്താന്ന്? മെമ്മറി ലൊക്കേഷൻ കാര്യം പറഞ്ഞത്. കാരണം അപ്പം നമുക്ക് അതേ അഡ്രസ്സിൽ നമുക്ക് കിട്ടണമെന്നില്ല പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ. അപ്പൊ നമ്മള് മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എപ്പോഴും 0 നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെ? പ്രോഗ്രാം എല്ലാ പ്രോഗ്രാമിലും സ്റ്റാർട്ട് കഴിഞ്ഞ് നമ്മൾ മെമ്മറി അഡ്രസ് 0 എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനല്ലേ പറഞ്ഞേ? അപ്പം നമുക്ക് ഒരു റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് ആ പ്രോഗ്രാമിന് ഇപ്പൊ 0th അഡ്രസ്സിലുള്ള അഡ്രസ്സിലാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന മെമ്മറി ലൊക്കേഷൻ ഇപ്പൊ 6000 ആണെങ്കിൽ അങ്ങോട്ട് നമ്മൾ കറസ്പോണ്ടിങ്ലി എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം ലോഡ് ചെയ്തിടുന്നു. ഇനി സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഇപ്പം 3 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലോട്ടാണെങ്കിൽ നമുക്ക് സെക്കൻഡ് അഡ്രസ് എങ്ങോട്ട് പോകും? 6003. അങ്ങനെ അഡ്രസ് കറസ്പോണ്ടിങ് അഡ്രസ്സിലോട്ട് ഓരോ ഇൻസ്ട്രക്ഷൻ പോകുന്നു പറഞ്ഞ ഓർമ്മയുണ്ടോ? മോഡിഫിക്കേഷൻ റെക്കോർഡൊക്കെ പറഞ്ഞത്. അതാണ് ഈ റീലൊക്കേഷൻ എന്ന് പറഞ്ഞത്. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പിന്നെ കാണാം. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ലോഡർ ആണ് ലിങ്കിങ് ലോഡർ. അതായത് ഇറ്റ് മോഡിഫൈസ് ദി ഒബ്ജക്ട് പ്രോഗ്രാം സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ലോഡ് അറ്റ് ആൻ അഡ്രസ് ഡിഫറെന്റ് ഫ്രം ദി ലൊക്കേഷൻ. അത് വേറൊരു സ്ക്രീൻ പോവല്ലോ. ഹലോ, ഇടയ്ക്ക് സിസ്റ്റത്തിന് ഒരു പ്രശ്നം പറ്റിയതാ. ഇടയ്ക്ക് അങ്ങ് ഓഫ് ആയിപ്പോയി. സ്ക്രീൻ എന്റെ ഇവിടെ ലോക്ക് ആയിപ്പോയത് കഴിഞ്ഞ് പിന്നെ ഓൺ ചെയ്ത്. അപ്പം റീലൊക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ നമ്മള് ഒബ്ജക്ട് പ്രോഗ്രാമിനെ ഇറ്റ് വിൽ ബി ലോഡഡ് അറ്റ് ആൻ അഡ്രസ് ഡിഫറെന്റ് ഫ്രം ദി ലൊക്കേഷൻ ഒറിജിനലി സ്പെസിഫൈഡ്. ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒറിജിനലി സ്പെസിഫൈ ചെയ്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് കഴിഞ്ഞ് പറയുന്ന അഡ്രസ്. അതിൽ നിന്ന് മാറി നമ്മൾ വേറൊരു ലൊക്കേഷനിലോട്ട് ഒബ്ജക്ട് പ്രോഗ്രാമിനെ റീലൊക്കേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് റീലൊക്കേഷൻ. ഈ പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് ലിങ്കിങ് ലോഡർ ആണ് റീലൊക്കേഷൻ ചെയ്യുക. അപ്പൊ 3 ഫങ്ഷൻസ് ഡെഫിനിഷൻസ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഈ പറയുന്ന ലോഡറിന്റെ റോൾ എന്താന്ന് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ സോഴ്സ് പ്രോഗ്രാമിനെ
ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറ്റ് ക്യാൻ ബി ഒരു അസംബ്ലറോ കമ്പൈലർ ആവാം. വിൽ ബി ട്രാൻസ്ലേറ്റഡ് ടു ആൻ ഒബ്ജക്ട് പ്രോഗ്രാം. ഈ ഒബ്ജക്ട് പ്രോഗ്രാമിനെ ലോഡർ എന്ത് ചെയ്യുന്നു, മെമ്മറിയിലോട്ട് ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലോട്ട് ലോഡ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബി റെഡി ഫോർ എക്സിക്യൂഷൻ. കണ്ടല്ലോ. ഇനി ഈ പറയുന്ന ലോഡറും ലിങ്കറും കൂടിയുള്ള അതിന്റെ റോൾ എന്താണ്? അപ്പം സോഴ്സ് പ്രോഗ്രാമിനെ അസംബ്ലർ ഒബ്ജക്ട് പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തു. ലിങ്കർ എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യേണ്ട ഒബ്ജക്ട് പ്രോഗ്രാംസ് ഏതൊക്കെയാണോ ലിങ്ക് ചെയ്യേണ്ടത് അതെല്ലാം ലിങ്ക് ചെയ്ത് ഒരൊറ്റ സിംഗിൾ ഫയലാക്കി മാറ്റുന്നു, എക്സിക്യൂട്ടബിൾ കോഡിലോട്ട് മാറ്റുന്നു. ആ എക്സിക്യൂട്ടബിൾ കോഡ് എന്ത് ചെയ്യുന്നു? ലോഡർ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നു, വിച്ച് വിൽ ബി റെഡി ഫോർ ദി എക്സിക്യൂഷൻ. ക്ലിയർ ആയോ? ലോഡറിന്റെ ലിങ്കറിന്റെ റോള് എങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു അബ്സ്ട്രാക്ട് വ്യൂ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇനി ലോഡറിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് പെർഫോംസ് ലോഡിംഗ് ഫംഗ്ഷൻ. ഇനി ഈ ലോഡിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് bringing object program into memory and start its execution. ഇനി നമ്മൾ കാണാൻ പോകുന്ന ടൈപ്സ് ഓഫ് ലോഡേഴ്സ് ആണ്. 4 ടൈപ്പ് ആണുള്ളത്. ഒന്ന് ആബ്സല്യൂട്ട് ലോഡർ, രണ്ടാമത്തേത് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ, തേർഡ് റീലൊക്കേറ്റിംഗ് ലോഡർ ഓർ റിലേറ്റീവ് ലോഡർ, ഫോർത്ത് ഡയറക്റ്റ് ലിങ്കിങ് ലോഡർ. അപ്പം ആദ്യത്തെ അബ്സല്യൂട്ട് ലോഡർ എന്താന്ന് നോക്കാം. അബ്സല്യൂട്ട് ലോഡറിൽ ജസ്റ്റ് ഇത്രയാണ് പറയുന്നത്. ആ ലോഡറിന്റെ ഫസ്റ്റ് ടേമിൽ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ്സിലോട്ട് നമ്മളിപ്പോ സ്റ്റാർ ഡയറക്റ്റീവ് കഴിഞ്ഞിട്ട് ഒരു അഡ്രസ്സ് പറയാണ്, ഒരു മെമ്മറി അഡ്രസ്. അപ്പൊ ആ സെയിം അഡ്രസ്സിൽ തന്നെ എപ്പോഴും ലോഡർ ആ പ്രോഗ്രാം ലോഡ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ലോഡറിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ലോഡർ. ഇതിനൊരു അൽഗോരിതം ഉണ്ട്. The object code is loaded to specified locations in the memory. അതായത് നമ്മൾ ഒരു സ്പെസിഫൈ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും അത് മെമ്മറിലോട്ട് ലോഡ് ചെയ്യുക ആ ഒരു സ്പെസിഫൈഡ് ലൊക്കേഷനിലോട്ട് മാത്രമായിരിക്കും. ഇനി പ്രോഗ്രാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡർ വിൽ ജംപ് ടു ദി ബിഗിനിങ് അഡ്രസ് ഓഫ് ദാറ്റ് പ്രോഗ്രാം ടു സ്റ്റാർട്ട് ദി എക്സിക്യൂഷൻ. നമ്മൾ പ്രോഗ്രാം മൊത്തം ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിലെ ലൈൻ ഓഫ് കോഡ് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. ഇതിന്റെ ഇപ്പം നമ്മളൊരു 1000 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലാണ് ഒരു പ്രോഗ്രാം ലോഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും ആ ഒരു അഡ്രസ്സിലായിരിക്കും എപ്പോഴും ഈ അബ്സല്യൂട്ട് ലോഡർ ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്ട് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുക. ഇതാണ് അബ്സല്യൂട്ട് ലോഡറിന്റെ മീനിങ്. ഇതിനൊരു അൽഗോരിതം ഉണ്ട്. ഇതാണ് അൽഗോരിതം. നമ്മുടെ കയ്യില് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്ട് കോഡ് ആയിരിക്കും. ഇതിന്റെ ഒരു സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒബ്ജക്ട് പ്രോഗ്രാമില് ഹെഡർ റെക്കോർഡിൽ എന്ത് ഇൻഫർമേഷൻ ആ ഉള്ളത്? എച്ച് എന്ന് പറയുന്ന ഫീൽഡ്, എച്ച് എന്ന് പറയുന്ന ലെറ്റർ ഹെഡർ റെക്കോർഡിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമിനെയും മെൻഷൻ ചെയ്യുന്നു. പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയുന്ന ഹെഡർ റെക്കോർഡിന്റെ സ്ട്രക്ചർ അനുസരിച്ച് മെമ്മറി അഡ്രസ്, അത് കഴിഞ്ഞ് ഇവിടെ ലെങ്ത് ഓഫ് ദി ഒബ്ജക്ട് കോഡ്. ക്ലിയർ ആയോ? ഹെഡർ റെക്കോർഡിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. കണ്ടല്ലോ എല്ലാരും? ഇനി ഈ പറയുന്ന ഇൻഫോർമേഷൻ നമ്മൾക്ക് ഒബ്ജക്ട് പ്രോഗ്രാമിൽ ആദ്യം ഈ ഹെഡർ റെക്കോർഡാണ് ഉള്ളത്. നമ്മള് അൽഗോരിതത്തില് അബ്സല്യൂട്ട് ലോഡറിന്റെ അൽഗോരിതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മള് പറയുന്നത് സൗണ്ട് പിന്നെ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോഴും കേക്കാം.
നമ്മള് ഹെഡർ റെക്കോർഡിന്റെ പിന്നെ ബ്രേക്ക് ആവുന്നുണ്ട്. കേൾക്കുന്നുള്ളൂ. ഇപ്പോഴോ? ഹലോ, ഇപ്പൊ കേക്കാവോ? ഓക്കെ, ഒന്ന് പറഞ്ഞാ മതിയേ. അതായത് നമുക്കിപ്പോ ഒരു ഒബ്ജക്ട് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം കാണുന്നത് ഹെഡർ റെക്കോർഡാണ്. അൽഗോരിതത്തില് നമ്മൾ ഈ ഹെഡർ റെക്കോർഡാണ് ഫസ്റ്റ് വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന്ന് ആ ഹെഡർ റെക്കോർഡിൽ നിന്ന് പ്രോഗ്രാം നെയിമും ലെങ്തും വെരിഫൈ ചെയ്യും. നമുക്ക് ലോഡ് ചെയ്യേണ്ട ഒബ്ജക്ട് പ്രോഗ്രാം ഏതാണെന്നുള്ളത് കറക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ടെക്സ്റ്റ് റെക്കോർഡാണ്. ടെക്സ്റ്റ് റെക്കോർഡിലുള്ളത് ആദ്യം മെമ്മറി അഡ്രസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഈ ടെക്സ്റ്റ് റെക്കോർഡിലുള്ള ഒബ്ജക്ട് കോഡ് ലെങ്ത്, ഇതില് ഫസ്റ്റ് ലൈൻ കോഡാണ് ഇതിരിക്കുന്നത്. അപ്പം നമ്മള് എൻഡ് റെക്കോർഡ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ടൈപ്പ് എൻഡ് റെക്കോർഡ് ആവുന്നിടം വരെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒബ്ജക്ട് കോഡ് ക്യാരക്ടർ ഫോമിലാണെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്ന ഒബ്ജക്ട് കോഡ് അതിനെ നമ്മൾ അതിന്റെ ഇന്റേണൽ റെപ്രസെന്റേഷനിലോട്ട് മാറ്റുക. എന്നിട്ട് ഈ പറയുന്ന ഒബ്ജക്ട് കോഡ് സ്പെസിഫൈഡ് ലൊക്കേഷനിലോട്ട് മാറ്റുക. എന്നിട്ട് അടുത്ത ഒബ്ജക്ട് പ്രോഗ്രാം റീഡ് ചെയ്യുക. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് നമ്മൾ ഇവിടെ റീഡ് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ 41033 എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ്. അപ്പം 1000 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലോട്ടാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടെ 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ കണ്ടോ? കണ്ടോ? ആ പറയുന്ന ഫസ്റ്റ് ലൈൻ ഇവിടെ വന്നില്ലേ? ഇനി അതാ ടെക്സ്റ്റ് ഒക്കെ ഉള്ള അടുത്ത ലൈൻ ഓഫ് കോഡോ 482039. കണ്ടോ? 482039. അങ്ങനെ ലൈൻസ് ഓഫ് കോഡ് ടെക്സ്റ്റ് റെക്കോർഡിൽ നിന്നുള്ളത് ഇങ്ങനെ റീഡ് ചെയ്ത് നമ്മള് അടുത്തടുത്ത ലൊക്കേഷനിലോട്ട് ഫില്ല് ചെയ്ത് അങ്ങ് പോകും. ഇതാ കോപ്പി എന്ന് പറയുന്ന ഒബ്ജക്ട് പ്രോഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതിലെ കോഡുകൾ ലൈൻസ് ഓഫ് കോഡാണ്, ഒബ്ജക്ട് കോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ഈ ഹെഡർ റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്ന 1000 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ടാണ് എപ്പോഴും ഈ ഒബ്ജക്ട് കോഡ് ലോഡ് ചെയ്യുക. വേറൊരു അഡ്രസ്സിലോട്ടും ഇത് ലോഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ലൈൻസ് ഓഫ് കോഡ് ഇങ്ങനെ പുറകെ അങ്ങ് ലോഡ് ചെയ്ത് വന്നോളും. ഇത് മെമ്മറി അഡ്രസ്സസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് അല്ല, അതിങ്ങനെ കുറച്ച് ലൈൻസ് ഓഫ് കോഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത മെമ്മറി അഡ്രസ്സിലോട്ട് വരുന്ന കോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ പടത്തില്. ക്ലിയർ ആയോ? ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന അബ്സല്യൂട്ട് മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഹെഡർ റെക്കോർഡിൽ പറയുന്ന ഈ അഡ്രസ്സിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഈ ഒബ്ജക്ട് പ്രോഗ്രാം ലോഡ് ചെയ്യുക. അതാണ് അതിനെ അബ്സല്യൂട്ട് എന്ന് വിളിക്കാൻ കാര്യം. മനസ്സിലായോ? എപ്പോഴും എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ടൈം അങ്ങനെ എന്തോ ഇപ്പം ഞാൻ പറയാ, ഫസ്റ്റ് ടൈം നമ്മൾ ലോഡ് ചെയ്യാം. അപ്പൊ ഈ 1000 എന്ന് പറയുന്ന ലൊക്കേഷൻ ഫ്രീ ആണോ നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്ട് പ്രോഗ്രാം ലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലോട്ടും പോകത്തില്ല. ഇതാണ് അതിന്റെ മീനിങ്. അതാണ് അതിനെ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പൊ അൽഗോരിതം ഇത്രേ ഉള്ളൂ. ഓരോ കോഡ് എൻഡ് റെക്കോർഡ് ആവുന്നിടം വരെ ഇതെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ടൈപ്പ് എൻഡ് റെക്കോർഡ് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ബി ജമ്പിങ് ടു ദി അഡ്രസ്. എങ്ങോട്ട്? 1000 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യും. എന്നിട്ട് അവിടെ തൊട്ട് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും.
കേട്ടോ. മിസ് ജസ്റ്റ് ഒന്നുകൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കോ, സ്റ്റാർട്ടിങ് തൊട്ട് ആദ്യം ഒന്ന് വോയിസ് ഒന്ന് ബ്രേക്ക് ആകുമ്പോൾ ഒരു ഇത്രേ ഉള്ളൂ. ഹെഡർ റെക്കോർഡിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം നെയിമും ലെങ്തും കൂടി റീഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് വെരിഫൈ ചെയ്യാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ട ഒബ്ജക്ട് പ്രോഗ്രാം ഏത് പ്രോഗ്രാമിന്റെ ആണ്, നമുക്ക് വേണ്ട പ്രോഗ്രാമിന്റെ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നു. അതാണ് ഇതിൽ ചെയ്യുന്നത്. റീഡ് ഹെഡർ റെക്കോർഡ്, വെരിഫൈ പ്രോഗ്രാം നെയിം ആൻഡ് ലെങ്ത്. ഈ ഇൻഫർമേഷൻ പ്രോഗ്രാം നെയിമും ലെങ്തും നമുക്ക് ഹെഡർ റെക്കോർഡിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ വെരിഫൈ ചെയ്യാണ് ലോഡ് ചെയ്യേണ്ട ഒബ്ജക്ട് പ്രോഗ്രാം ഏത് പ്രോഗ്രാമിന്റെ ആണ് കൺഫേം ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് റെക്കോർഡാണ്. അപ്പം അതിലെ ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് എടുക്കുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ്. ഇനി ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലെ ഒബ്ജക്ട് കോഡ് നോക്കുകയാണ്, ക്യാരക്ടർ ഫോമിലാണോ നോക്കുന്നു. ക്യാരക്ടറിലാണെങ്കിൽ അതിനെ അതിന്റെ ഇന്റേണലിലോട്ട് ആക്കുക, ഇന്റേണൽ റെപ്രസെന്റേഷനിലോട്ട് മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ആ ഒബ്ജക്ട് കോഡ് സ്പെസിഫൈഡ് ലൊക്കേഷനിലോട്ട് മാറ്റുക. ഇവിടെ സ്പെസിഫൈഡ് ലൊക്കേഷൻ എന്ന് പറയുന്ന എന്തായിട്ടാ പറഞ്ഞിരിക്കുന്നത്, 1000 അല്ലേ? ആ 1000 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ് ആണ് ഹെഡർ റെക്കോർഡിലും സ്റ്റാർട്ടിങ് അഡ്രസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1000 എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് ഇതാണ്, 41033 അല്ലേ? അപ്പം ആ 1000 എന്ന് പറയുന്നത് അവിടോട്ട് ലോഡ് ചെയ്യും. ക്ലിയർ ആയോ? കണ്ടോ? ഇനി അടുത്ത ലൈൻ ടെക്സ്റ്റ് റെക്കോർഡിൽ അടുത്ത ലൈൻ ഓഫ് കോഡ് ഏതാ? 4822039 അല്ലേ? അതെന്ത് ചെയ്യും, അതിന്റെ നെക്സ്റ്റ് അവൈലബിൾ സ്പേസിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്ത ലൈൻ ഓഫ് കോഡ് ഏതാ? 001036 അല്ലേ? അത് എന്ത് ചെയ്യുന്നു, 001036. കണ്ടോ? അങ്ങനെ 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 കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇത്രേ ഉള്ളൂ. ഇനി എൻഡ് റെക്കോർഡിൽ എത്തിക്കഴിഞ്ഞാൽ, റെക്കോർഡ് ടൈപ്പ് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ യു വിൽ ബി ജമ്പിങ് ടു ദി സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഈ എൻഡ് റെക്കോർഡിൽ എത്തിക്കഴിഞ്ഞ് അതിന്റെ അർത്ഥം എന്താ, ഒബ്ജക്ട് കോഡ് ഫുള്ളി ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മെമ്മറിയിൽ ലോഡ് ചെയ്തിരുന്നാൽ മതിയോ? നമുക്കത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ്സിലോട്ട് പോകുന്നു. ആ സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ്സിൽ പോകാനുള്ള ഇൻഫർമേഷൻ എവിടെ കിടപ്പുണ്ട്? എൻഡ് റെക്കോർഡിന്റെ അവിടെ ഈ ഒരു അഡ്രസ് കിടപ്പുണ്ട്, അങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു. അതാണ് ജമ്പ് ടു അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദി എൻഡ് റെക്കോർഡ്. ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഇതാണ് അബ്സല്യൂട്ട് ലോഡർ എന്ന് പറയുന്നത്. അപ്പം ടൈപ്സ് ഓഫ് ലോഡറില് നമ്മള് ടൈപ്സ് ഓഫ് ലോഡർ എന്ന് പറയുന്നത്, അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ അല്ല അൽഗോരിതം. സിമ്പിളും എഫിഷ്യന്റും ആണ്, ചുമ്മാ എടുത്ത് ലോഡ് ചെയ്യുക അഡ്രസ്സിലോട്ട്. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് നമുക്ക് ലോഡ് ചെയ്യേണ്ട ആക്ച്വൽ അഡ്രസ് എപ്പോഴും പ്രോഗ്രാമർ സ്പെസിഫൈ ചെയ്യണ്ടേ? 1000 എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എവിടാണോ അത് സ്പെസിഫൈ ചെയ്യണം. ആ ഒരു ലൊക്കേഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേറെ സബ് റൂട്ടീൻ ലൈബ്രറീസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ലോഡറില് അബ്സല്യൂട്ട് ലോഡർ കണ്ടു. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയും. ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ചെയ്യുന്നേ? അത് തന്നെയായി ചോദിച്ചേ. എന്താ ബൂട്ട് സ്ട്രാപ്പിംഗ് ഇത് ചെയ്യാ? ബൂട്ട് സ്ട്രാപ്പർ എന്തായിരിക്കും ലോഡ് ചെയ്യാ? ലോഡർ എന്താ ഒരു പ്രോഗ്രാം ആണ്. എന്തായിരിക്കും ചെയ്യാ? ബൂട്ട് ഏതാ ആദ്യം ഫസ്റ്റ് ലോഡ് ചെയ്യ ഒരു സിസ്റ്റം ഓൺ ചെയ്താ?
സിസ്റ്റം ഓൺ ആക്കുമ്പോ നിങ്ങൾ എന്താ കാണാറുള്ളത്? ബയോസിന്റെ ഇതല്ലേ? ബയോസ് കിടക്കട്ടെ. എന്തായിരിക്കും ആദ്യം ലോഡ് ചെയ്ത് കയറി വരുന്നേ? നമ്മൾ വിൻഡോസ് അല്ലേ? അതെ. ബൂട്ട്സ്ട്രാപ്പ് ലോഡറിന്റെ പണി എന്ന് വെച്ചാൽ ഈ OS ലോഡ് ചെയ്യാന്നുള്ളതാണ്. അതൊരു ഡിവൈസ് കിടക്കുകയല്ലേ? അതെ അതെ. അത് അവിടുന്ന് ലോഡ് ചെയ്ത് പ്രൈമറി മെമ്മറിലോട്ട് ലോഡ് ചെയ്യാന്നുള്ളതാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡറിന്റെ ഫംഗ്ഷൻ. ഫസ്റ്റ് ടൈം കമ്പ്യൂട്ടർ ടേൺ ഓൺ ചെയ്യുമ്പോ കേട്ടോ. ആ when a computer is first turned on or restarted, a special type of absolute loader ആണ്. ആ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ആയിരിക്കും ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ദിസ് വിൽ ലോഡ് ദി ഫസ്റ്റ് പ്രോഗ്രാം, ദാറ്റ് ഇസ് യൂഷ്വലി ആൻ OS കേട്ടോ. അതൊരു ടൈപ്പ് അബ്സല്യൂട്ട് ലോഡർ ആണ്. ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അബ്സല്യൂട്ട് ലോഡർ എന്ന് പറയാൻ കാര്യം, ഇത് ലോഡ് ചെയ്യുന്ന OS മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രോഗ്രാമും അല്ല കേട്ടോ. എപ്പോഴും അതൊരു OS ആയിരിക്കും ലോഡ് ചെയ്യുക. അപ്പൊ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ സ്റ്റോർ ചെയ്യുക അഡ്രസ് 0-ലാണെങ്കിൽ OS ഈ ലോഡ് ചെയ്യുന്ന അഡ്രസ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സിലായിരിക്കും ലോഡ് ചെയ്യുക. ഈ ബൂട്ട്സ്ട്രാപ്പ് ലോഡറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹലോ, ഇത് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. 0 0x80. ഒരു മിനിറ്റ്, ഒരു പടം കാണിക്കാം. ഈ ഒരു വീഡിയോ കാണാവോ? കാണാം മിസ്സേ. ഇതിലിവിടെ ഒരു ബൂട്ട്സ്ട്രാപ്പ് ലോഡർ കണ്ടോ? കണ്ടു. മേളിൽ അഡ്രസ് കാണുന്നില്ല, അത് 0th അഡ്രസ് ആണ്. OS എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡിവൈസിലാണെങ്കിൽ അവിടുന്ന് ഈ പറയുന്ന 80 എന്ന് പറയുന്ന ലൊക്കേഷൻ ഉണ്ടാവും, അവിടോട്ട് ഈ OS എടുത്തിടുക കേട്ടോ. അതാണ് ഈ പറഞ്ഞ മീനിങ് കേട്ടോ. അതായത് ബൂട്ട്സ്ട്രാപ്പ് എവിടെ അഡ്രസ് 0-ലാണെങ്കിൽ OS ആ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ലോഡ് ചെയ്യുന്ന അഡ്രസ് 80 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇവിടെ ഈ പറയുന്ന OSന് ഹെഡർ റെക്കോർഡോ കൺട്രോൾ ഇൻഫർമേഷൻ ഒന്നുമില്ല, അതൊരു ഒബ്ജക്ട് കോഡ് ആയിരിക്കും. ഇറ്റ് ഈസ് കൺസിക്യൂട്ടീവ് ബൈറ്റ്സ് ഓഫ് മെമ്മറി കേട്ടോ. OS ആണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഒരു അൽഗോരിതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ? ബിഗിനില് നമ്മൾ 80 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ടാണ് OS ലോഡ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ? 80 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് നമ്മൾ റീഡ് ചെയ്യേണ്ട ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതൊരു ലൂപ്പിലാണ് നമ്മൾ പറയുന്നത്. അപ്പം അത് അക്യുമുലേറ്ററിലോട്ടാണ് നമ്മൾ ആ ബൈറ്റ് റീഡ് ചെയ്യുക. അതിന് നമ്മൾ ഗെറ്റ് സി എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീൻ യൂസ് ചെയ്യും. ഗെറ്റ് ദി ക്യാരക്ടർ. ആ അക്യുമുലേറ്ററിലോട്ട് ആ ക്യാരക്ടർ എങ്ങനെയാണ് വരുന്ന റീഡ് ചെയ്യുന്നത് നോക്കാം. അതിന്റെ ഫംഗ്ഷൻ സബ് റൂട്ടീൻ ഇവിടെയാണ് നമ്മൾ പറയുന്നത്. അക്യുമുലേറ്ററിലോട്ട് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നു. ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇത് എൻഡ് ഓഫ് ദി റെക്കോർഡ് ആയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് കണ്ടോ, എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കോഡ് മൊത്തം ലോഡ് ചെയ്ത് കഴിഞ്ഞെന്നാ അർത്ഥം. ഈ വാല്യൂ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോവാ? 80-ലോട്ട് ജമ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുക OS. ഇതല്ലെങ്കിൽ എയുടെ വാല്യൂ 48-നേക്കാളും ചെറുതാണോ നോക്കുക.
അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്യുക. ഇനി 48-നെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് കേട്ടോ ഇത്. റീഡ് ചെയ്ത അക്യുമുലേറ്റർ വാല്യൂ -48 ചെയ്തിട്ട് ആ വാല്യൂ എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്ററിലോട്ട് എടുത്തിടുന്നു. കൺവേർഷൻ ഹെക്സാഡെസിമലിലോട്ട് ഉള്ള കൺവേർഷൻ ആണ് ഇത്. എന്ന് വെച്ചാ ASCII വാല്യൂ അതെ, ഒരു കൺവേർഷൻ ഉണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാവേ, ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു കൺവേർഷൻ എന്ന് വെച്ചാൽ ഇതിനെ ആക്കാൻ വേണ്ടിയാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എയുടെ വാല്യൂ ലെസർ ആണ്, ഇതിലോട്ട് മാറ്റുക. A<10 ആണ്. ഇതെന്ന് പറഞ്ഞത് ഇന്റിജറിലോട്ട്. ഹെക്സാഡെസിമലിലോട്ട് ABCDEF ഞാൻ പറയാം. ഇത് ഇന്റിജേഴ്സ് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇപ്പൊ ഈ വാല്യൂ റീഡ് ചെയ്യുന്ന ഇതിന്റെ ഇടയിലുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് വരുത്തും. അതെന്തിനാന്നുള്ള അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാല് ബാക്കി ഞാൻ പറയാം എന്താന്നുള്ളത്. ഇത് ASCII ക്യാരക്ടർ കോഡിനെ ഹെക്സാഡെസിമൽ ഡിജിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആയിട്ട് കിട്ടുമല്ലോ. അതിനെ നമ്മൾ എസ് എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ഹയർ ഓർഡർ 4 ബിറ്റ്സിലോട്ട് എടുത്തു വെക്കും. ക്ലിയർ ആയോ? ഈ റീഡ് ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ. ഹലോ, കേൾക്കാം സർ. ബ്രേക്ക് ആവുന്നുണ്ടോ? സ്ക്രീൻ പോയി. അല്ല, കുഴപ്പമില്ല. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാ മതി. നമ്മൾ റീഡ് ചെയ്യുന്ന ക്യാരക്ടറിനെ റീഡ് ചെയ്ത ക്യാരക്ടർ ഈ പറയുന്ന വാല്യൂ ആണെങ്കിൽ നമ്മള് 80 എന്ന് പറയുന്ന പൊസിഷനിലോട്ട് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. എയുടെ വാല്യൂ <48 ആണ്, കുഴപ്പമില്ല. അത് ഹെക്സാഡെസിമൽ ഡിജിറ്റിലാന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്തോളാൻ പറഞ്ഞത്. ഇനി എയുടെ വാല്യൂ >48 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യണം. എയുടെ വാല്യൂ <10 ആണെങ്കിൽ 7 വെച്ച് സബ്ട്രാക്ട് ചെയ്യണം. ആ ചേഞ്ചസ് എല്ലാം വരുത്തിയ അക്യുമുലേറ്ററിലോട്ടുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? എസ് എന്ന് പറയുന്ന രജിസ്റ്ററില് ഹയർ ഓർഡറിൽ 4 ബിറ്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി രണ്ടാമത് ഒന്നും കൂടി ഗെറ്റ്സി വിളിക്കും. അപ്പൊ നമുക്കൊരു ക്യാരക്ടർ കിട്ടുമല്ലോ. എസിലെ വാല്യൂം എയിലെ വാല്യൂം കൂടി ആഡ് ചെയ്യുന്നു. എന്നിട്ട് അക്യുമുലേറ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ പറയുന്ന വാല്യൂ എക്സ് എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്ന എന്താ? ഇതല്ലേ ഇനീഷ്യൽ വാല്യൂ. അതിലോട്ട് ഫസ്റ്റ് ടൈം റീഡ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? ലാസ്റ്റ് എവിടെ പറഞ്ഞ ഒരു കണക്ഷൻ കിട്ടുന്നില്ല.
അതായത് ആദ്യത്തെ ക്യാരക്ടർ റീഡ് ചെയ്തല്ലോ, ഒരു ക്യാരക്ടർ റീഡ് ചെയ്തു. അത് എസ് എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നു. ഹയർ ഓർഡർ 4 ബിറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി രണ്ടാമത് റീഡ് ചെയ്യും ഗെറ്റ് സി, അത് ഈ ഫംഗ്ഷനിലോട്ട് പോയി രണ്ടാമത്തെ ക്യാരക്ടർ റീഡ് ചെയ്യും. അടുത്ത ലൂപ്പ് ആയിരിക്കും അല്ലേ? ഈ ഫംഗ്ഷൻ തന്നെ ഒരു അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്യും. അത് എയില് കിടപ്പുണ്ട്, എസില് ആദ്യത്തേത് കിടപ്പുണ്ട്, ആദ്യം റീഡ് ചെയ്ത്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എവിടെ കൊണ്ടിടും? അക്യുമുലേറ്ററിൽ കൊണ്ടിടും. ഈ പറയുന്ന വാല്യൂ എങ്ങോട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും? എക്സ് എന്ന് പറയുന്നതിലോട്ട് സ്റ്റോർ ചെയ്യും, ഈ അഡ്രസ്സിലോട്ട്. ഫസ്റ്റ് ടൈം. ഇനി അത് എക്സ് ഇൻക്രിമെന്റ് ചെയ്യുന്നു അടുത്ത ലൂപ്പിന് വേണ്ടിട്ട്, പ്രോസസിന് വേണ്ടിട്ട്. എക്സിൽ 80 അല്ലായിരുന്നോ? അത് ഇൻക്രിമെന്റ് ചെയ്യും അടുത്ത ലൊക്കേഷനിലോട്ട്. അടുത്ത ലൊക്കേഷനിൽ അടുത്ത ലൈൻ ഓഫ് കോഡ് സ്റ്റോർ ചെയ്യാൻ. അപ്പം ഒന്നും കൂടി ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ഒന്നും കൂടി ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലിയർ. അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് ഒന്ന് ഇവിടെ പറഞ്ഞാൽ മതി അവിടെ കോഡ്. ഞാൻ ഈ കൺവേർഷൻ ഞാൻ നോക്കിയിട്ട് പറയാം, ഞാനത് മറന്നുപോയി. അത് ഈ ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്താണ്. ഇത് ഇന്റിജേഴ്സിലോട്ട് മാറ്റാനും നമ്മുടെ ABCDയിലോട്ടൊക്കെ മാറ്റാനുള്ള ഒരു ഇതാണ്. അപ്പം ഇത്രേ ഉള്ളൂ ബൂട്ട്സ്ട്രാപ്പ് ലോഡറിന്റെ അൽഗോരിതം. 48 സീറോയുടെ ആസ്കി അല്ലേ 48? ഹലോ 48 സീറോയുടെ ആസ്കി ആണ്. അതിന്റെ അതാ ഞാനത് നോക്കി. ആസ്കി വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ആസ്കി വാല്യൂ ഓഫ് 048 ആണ് എന്റെ വിശ്വാസം. അതെ, ഇന്റിജേഴ്സിനെ മാറ്റുക എന്നുള്ളത്. 48 49. 48 മൈനസ് എയുടെ വാല്യൂ ഗ്രേറ്റർ ആവുമ്പം 49 അല്ലേ? 48 മൈനസ് 0 ആണെങ്കിൽ 48. അപ്പൊ 48 മൈനസ് 48 എന്താ? 0. ഹലോ, അതാണ് ഇവിടെ വരുന്നത്. അതാണ് ശരിക്കും. ഈ 49 ആണ് തോന്നുന്നു. 1ന്റെ 49 അങ്ങനെ അതിനാ അത് ചെയ്യുന്നത്. ഇനി 10ന്റെ കേസ് എന്ന് പറയുന്നത് ഈ ASCII വാല്യൂ ഓഫ് ക്യാപിറ്റലേ ASCII വാല്യൂ ഓഫ് A എന്ന് പറയുന്നത് 97. അപ്പൊ 97 മൈനസ് 7 ചെയ്യുമ്പം അങ്ങനെ ഒരു കൺവേർഷൻ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. A less than 10. 10 എന്ന് പറയുന്നത് അത് ഇതുപോലത്തെ ഒരു കൺവേർഷൻ ആണ് കിട്ടുന്നത് കേട്ടോ. 7ന്റെ ഞാൻ പറയാം. 48 അത് ഇങ്ങനെ ഒരു കണക്ഷൻ ആണ് ശരിക്കും. ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതാണ് ഇത്. ഇപ്പൊ ഇന്റിജറിന്റെ കേസ് മനസ്സിലായില്ല? ഞാൻ അടുത്ത ക്ലാസ്സിൽ പോരെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത്
രണ്ട് അൽഗോരിതം പഠിച്ചു. ഇനി മെഷീൻ ഡിപ്പെൻഡന്റ് ലോഡർ ഫീച്ചേഴ്സ്. അബ്സല്യൂട്ട് ലോഡർ സിമ്പിൾ ആണേലും ഒറ്റ പ്രോഗ്രാമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ, നോട്ട് ഫോർ സെവറൽ. ഡിസഡ്വാൻറ്റേജ്, പ്രോഗ്രാമറിന് എപ്പോഴും സ്റ്റാർട്ടിങ് അഡ്രസ് സ്പെസിഫൈ ചെയ്യണം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, റീലൊക്കേറ്റ് ചെയ്യുക. നമുക്ക് ഒബ്ജക്ട് പ്രോഗ്രാമിന് എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ള സഫീഷ്യന്റ് മെമ്മറി അവിടോട്ട് നമ്മൾ എപ്പോഴും ഒബ്ജക്ട് പ്രോഗ്രാം ലോഡ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമുക്ക് നേരത്തെ അറിയത്തില്ല, ലോഡിങ് ടൈമിലെ അറിയുള്ളൂ. അപ്പം അവൈലബിൾ ആയിട്ടുള്ള സ്പേസിലോട്ട് നമുക്ക് ഒബ്ജക്ട് പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഈ അബ്സല്യൂട്ട് ലോഡറിന്റെ ഈ ഡിസഡ്വാൻറ്റേജ് കാരണം നമുക്ക് എന്ത് ചെയ്യാം, റീലൊക്കേറ്റ് ചെയ്യാനേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാം അല്ലേ? ഹലോ, ഞാനത് ചുരുക്കി അങ്ങ് പറഞ്ഞതാ. അപ്പൊ അങ്ങനെയാണ് റീലൊക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലോഡേഴ്സ് ഉണ്ട്. അങ്ങനെ ലോഡറുകളെയാണ് നമ്മൾ റീലൊക്കേറ്റിംഗ് ലോഡേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുമ്പം you can efficiently share the machine with larger memory for several programs. Multi-programming concept implement ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെഷീൻ വിത്ത് ലാർജർ മെമ്മറി എഫിഷ്യന്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും റീലൊക്കേറ്റിംഗ് ലോഡർ യൂസ് ചെയ്ത്, അല്ലേ? സ്പേസ് അവൈലബിൾ ആവുമ്പോൾ നമുക്ക് മൾട്ടി പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് അവൈലബിൾ ആവുമ്പോൾ നമുക്ക് ഈ റീലൊക്കേറ്റിംഗ് ലോഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിലോട്ട് നമുക്ക് ഒബ്ജക്ട് കോഡ് ലോഡ് ചെയ്ത് മൾട്ടി പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ലാർജർ മെമ്മറി ഉള്ള ഒരു മെഷീനെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസിന് ഷെയർ ചെയ്ത് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് റൺ ചെയ്യാം, അല്ലെ? അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റീലൊക്കേറ്റേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 2-3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് യൂസ് ഓഫ് മോഡിഫിക്കേഷൻ റെക്കോർഡ്, രണ്ടാമത്തെ മെത്തേഡ് ആണ് യൂസ് ഓഫ് റീലൊക്കേഷൻ ബിറ്റ്. ക്ലിയർ ആയോ? റീലൊക്കേറ്റിംഗ് ലോഡർ 2 മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് റീലൊക്കേറ്റ് ചെയ്യാന്ന് പറയുന്നു. ഒന്ന് മോഡിഫിക്കേഷൻ റെക്കോർഡ് യൂസ് ചെയ്തും രണ്ടാമത്തെ മെത്തേഡ് റീലൊക്കേഷൻ ബിറ്റ് യൂസ് ചെയ്തു. മോഡിഫിക്കേഷൻ ബിറ്റ് നമ്മൾ പഠിച്ചതാണ്. ഇത് ഓർമ്മയുണ്ടോ? ഹലോ, നേരത്തെ പ്രോഗ്രാമിലുണ്ടായിരുന്നു. നമ്മൾ പ്രോഗ്രാം റീലൊക്കേഷൻ ഓൾറെഡി 3rd മോഡ്യൂളിൽ പഠിച്ചതാണ്. മോഡിഫിക്കേഷൻ റെക്കോർഡ് അത് ഒരു മെത്തേഡ്. മോഡിഫിക്കേഷൻ റെക്കോർഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ഓഫ് റീലൊക്കേഷൻ ബിറ്റ്. ഈ മോഡിഫിക്കേഷൻ റെക്കോർഡ് ഈ പറയുന്ന പൊസിഷനിൽ നമുക്ക് അഡ്രസ് ചേഞ്ചും എല്ലാം വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആഡ് ചെയ്യാന്ന് പറയും. ഓർമ്മയുണ്ടോ? അത് ഞാന് പടം കാണിക്കാം, ഒരു മിനിറ്റ്. ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞങ്ങ് നിർത്തുക കേട്ടോ. ഹലോ, പുതിയത് എടുക്കുന്നില്ല, റീലൊക്കേഷൻ ബിറ്റ് മെത്തേഡ് എടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞ ഇതാ കണ്ടോ? ഇങ്ങനെ റീലൊക്കേറ്റ് ചെയ്യുന്ന നമുക്ക് ഈ ഒരു അഡ്രസ് ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണമെന്ന് പറയണ്ടേ?
1036 എന്നുള്ള അഡ്രസ് എന്ന് പറയുന്നത് റീലൊക്കേറ്റ് ചെയ്യുമ്പോ അതുപോലെ തന്നെ 1036 കിട്ടുമോ? അത് ചേഞ്ച് ആവില്ലേ? അതെ. വിത്ത് റെസ്പെക്ട് ടു 0 ആണെങ്കിൽ ഈ 1036 എന്ന് പറയുന്നത് ഇവിടെ വരും അല്ലേ? അപ്പം അത് റീലൊക്കേറ്റ് ചെയ്ത് 5000 വന്ന ഈ അഡ്രസ് എന്ന് പറയുന്ന 6036 വരിക. അപ്പൊ ആ ഒരു ചേഞ്ച് ഇവിടെ ഉണ്ടോ? ഇവിടെ 1036 തന്നെയല്ലേ കിടക്കുക. അതങ്ങനെ ചെയ്ത് 6036 ആണെങ്കിൽ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതിനാണ് നമ്മൾ ഇവിടെ മോഡിഫിക്കേഷൻ റെക്കോർഡ് പറയുന്നത്. ഇത് കണ്ടോ? അതിലോട്ട് M007 05 പ്ലസ് കോപ്പി. കോപ്പി എന്ന് പറയുന്നത് ആ സ്റ്റാർട്ടിങ് അഡ്രസ് അല്ലേ? സ്റ്റാർട്ടിങ് അഡ്രസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോ 6036 ഓട്ടോമാറ്റിക്കലി ആയി മാറുകയല്ലേ? അവിടോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോ ആ വാല്യൂ അവിടെ വന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം കറക്റ്റ് ആയിട്ട്. ക്ലിയർ ആയോ? അതാണ് ഞാൻ പറഞ്ഞ ഈ റീലൊക്കേറ്റിംഗ് ലോഡറിന്റെ യൂസ് ഓഫ് മോഡിഫിക്കേഷൻ റെക്കോർഡ് കേട്ടോ. വേറൊരു സാമ്പിൾ കോഡ് ഇവിടെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് ആണ് ഇവിടെ പറയുന്നത്. അതപ്പോ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്ര മതി. റീലൊക്കേഷൻ ബിറ്റ് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ മിസ്, താങ്ക് യു മിസ്.